ബാബറി മസ്ജിദ് പൊളിച്ച് ഹിന്ദു ക്ഷേത്രം പണിത സംഭവം രാജ്യത്ത് മതഭ്രാന്ത് കൊണ്ടുവരാനുണ്ടായ ഒരു ഘടകമാണ്. ആ പ്രശ്നം കെട്ടടങ്ങും മുൻപേ അടുത്ത പ്രശ്നം തലപൊക്കുന്നു. ഭോപ്പാലിലെ ഭോജ്ശാല കമൽ മൗല മസ്ജിദ് സമുച്ചയത്തെ കുറിച്ചുള്ള ശാസ്ത്രീയ സർവേ റിപ്പോർട്ട് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ മധ്യപ്രദേശ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയാണ്. മസ്ജിദിനുള്ളിൽ ക്ഷേത്രാവശിഷ്ടങ്ങൾ ഉണ്ട് എന്നാണ് പുരാവസ്തു വകുപ്പിന്റെ കണ്ടെത്തൽ. സർവേയിൽ വെള്ളി, ചെമ്പ്, അലൂമിനിയം, സ്റ്റീൽ എന്നിവ കൊണ്ട് നിർമ്മിച്ച 31 നാണയങ്ങൾ കണ്ടെത്തിയതായി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഈ നാണയങ്ങൾ ഇന്തോ സസാനിയൻ, ഡൽഹി സുൽത്താനേറ്റ്, മാൾവ സുൽത്താനേറ്റ്, മുഗൾ, ധാർ സ്റ്റേറ്റ്, ബ്രിട്ടീഷ് എന്നീ കാലഘട്ടങ്ങളിലേതാണ്. സർവേയിൽ മൊത്തം 94 ശില്പങ്ങൾ, ശില്പങ്ങളുടെ ശകലങ്ങൾ, വാസ്തുവിദ്യാ ഘടകങ്ങൾ എന്നിവയും കണ്ടെത്തി. ഈ ശില്പങ്ങൾ ബസാൾട്ട്, മാർബിൾ, കിസ്റ്റ്, മൃദുവായ കല്ല്, മണൽക്കല്ല്, ചുണ്ണാമ്പുകല്ല് എന്നിവ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഗണേശൻ, ബ്രഹ്മാവ്, നരസിംഹം, ഭൈരവൻ, മറ്റ് ദേവതകൾ, മനുഷ്യർ, മൃഗങ്ങൾ തുടങ്ങിയ ദേവതകളുടെ രൂപങ്ങളാണ് ഇത് ചിത്രീകരിക്കുന്നത്. സിംഹങ്ങൾ, ആനകൾ, കുതിരകൾ, നായ്ക്കൾ, കുരങ്ങുകൾ, പാമ്പുകൾ, ആമകൾ, ഹംസം, പക്ഷികൾ എന്നിവ മൃഗങ്ങളുടെ രൂപങ്ങളിൽ ഉൾപ്പെടുന്നു. പുരാണ രൂപങ്ങളിൽ കീർത്തിമുഖത്തിന്റെ വിവിധ രൂപങ്ങളും വ്യാലകളും ഉൾപ്പെടുന്നുണ്ട്. മനുഷ്യരുടെയും മൃഗങ്ങളുടെയും നിരവധി ചിത്രങ്ങൾ വികൃതമാക്കുകയോ കൊത്തിയെടുക്കുകയോ ചെയ്തിട്ടുണ്ട് എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. നിലവിലെ ഘടനയിൽ കാണപ്പെടുന്ന നിരവധി ശകലങ്ങളിൽ സംസ്കൃതവും പ്രാകൃതവുമായ ലിഖിതങ്ങളുണ്ട്. ഇത് സാഹിത്യപരവും വിദ്യാഭ്യാസപരവുമായ പ്രവർത്തനങ്ങളെ സൂചിപ്പിക്കുന്നു. ഒരു ലിഖിതത്തിൽ പരമാര രാജവംശത്തിലെ നരവർമ്മൻ രാജാവിനെ പരാമർശിക്കുന്നു. മറ്റ് ലിഖിതങ്ങൾ ഖൽജി ഭരണാധികാരി മഹമ്മൂദ് ഷായെ പരാമർശിക്കുന്നു. അദ്ദേഹമാണ് ക്ഷേത്രത്തെ പള്ളിയാക്കി മാറ്റിയതെന്നാണ് പറയപ്പെടുന്നത്. ഭോജ് രാജാവ് സ്ഥാപിച്ച ഒരു പ്രധാന വിദ്യാഭ്യാസ കേന്ദ്രമായിരുന്നു ഭോജ്ശാല എന്ന് ASI റിപ്പോർട്ട് സൂചിപ്പിക്കുന്നുണ്ട്. കണ്ടെടുത്ത പുരാവസ്തുക്കൾ സൂചിപ്പിക്കുന്നത് പഴയ ക്ഷേത്രങ്ങളുടെ ഭാഗങ്ങൾ ഉപയോഗിച്ചാണ് നിലവിലെ ഘടന നിർമ്മിച്ചിരിക്കുന്നത് എന്നാണ്. ഇത് പുരാവസ്തു വകുപ്പ് തന്നെ തുറന്നു പറയുന്നുമുണ്ട്. 11ാം നൂറ്റാണ്ടിലെ ഒരു സ്മാരകമായ ഭോജ്ശാലയെ സരസ്വതി ദേവി ക്ഷേത്രമായാണ് ഹിന്ദു സമൂഹം കണക്കാക്കുന്നത്. അതേസമയം മുസ്ലിം വിഭാഗം അതിനെ കമൽ മൗല പള്ളി എന്നും വിളിക്കുന്നുണ്ട്. കഴിഞ്ഞ 21 വർഷമായി ഹിന്ദുക്കൾക്ക് ചൊവ്വാഴ്ചകളിൽ ഭോജ്ശാലയിൽ ആരാധന നടത്താൻ അനുവാദമുണ്ട്. മുസ്ലിങ്ങൾക്ക് വെള്ളിയാഴ്ചകളിൽ ഇവിടെ നമസ്കരിക്കാനും അനുവാദമുണ്ട്. കേസിലെ ഹർജിക്കാരനായ ഹിന്ദു ഫ്രണ്ട് ഫോർ ജസ്റ്റിസ് ഈ ക്രമീകരണത്തെ ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്തിരുന്നു. ഇതിനു പിന്നാലെയാണ് കോംപ്ലക്സിന്റെ ശാസ്ത്രീയ സർവേ നടത്താൻ ഹൈക്കോടതി ഉത്തരവിട്ടത്. സർവേ പൂർത്തിയാക്കാൻ പുരാവസ്തു വകുപ്പിന് 6 ആഴ്ചത്തെ സമയം അനുവദിച്ചു. മാർച്ച് 22-ന് തർക്ക സമുച്ചയത്തിന്റെ സർവേ ആരംഭിച്ചു. തർക്കത്തിലുള്ള സ്മാരകത്തിന്റെ പരിസരത്ത് ഏകദേശം 3 മാസത്തോളം നീണ്ട സർവേയുടെ സമ്പൂർണ്ണ റിപ്പോർട്ട് ജൂലൈ 15-നകം ഹാജരാക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. ജൂലൈ 22-ന് ഹൈക്കോടതി കേസ് വീണ്ടും പരിഗണിക്കും. ഏതായാലും ബാബറി മസ്ജിദ് ഉണ്ടാക്കിയ പ്രശ്നം ഇന്ത്യയിലെ ഓരോ മുസ്ലിം പള്ളിയും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു വർഗീയ കലാപത്തിലായിരിക്കും ഇതെല്ലാം ചെന്നവസാനിക്കുക.